വെൽക്കം ബാക്ക് ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു. ഓക്കെ, തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കുളംസ് ലോ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജസിനെ പറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുളംസ് ലോ എന്താണെന്ന് വെച്ചാൽ രണ്ട് പോയിൻ്റ് ചാർജ് വിചാരിക്കുക. Coulomb's law applicable only for point charges Q1 and Q2. Okay, it is applicable for point charges at rest. Okay, so they are separated by distance r in free space. They are in free space. Okay, then these two charges will repel if both are positive or if both are negative. If one is positive and other is negative, they will attract each other. That force is called, that may be repulsive or attractive. Okay, depending on the nature of charge. That force is called electrostatic force. Okay, so the charges are placed in free space. വാക്വത്തിലാണ് വെച്ചിരിക്കുന്നത്. Okay, so the force between them, according to Coulomb's law, the electrostatic force between them എന്താണ് 1/4 epsilon 0 Q1 Q2 by R square. This force is directly proportional to the product of magnitude of the charges and is inversely proportional to square of the distance. That means it obey inverse square law. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്. ഹിയർ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ഇത് 1/4 epsilon 0. ഓക്കെ, epsilon 0 ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇനി ഫ്രീ സ്പേസിൽ ചാർജുകളുള്ളത് ഫ്രീ സ്പേസിലാണ്, വാക്വത്തിലാണ്. ഫ്രീ സ്പേസിൽ വെക്കുന്നത് പോലെ തന്നെയാണ് എയറിൽ വെക്കുന്നത്. ചാർജുകളുള്ളത് എയറിലാണെങ്കിലും ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്. അതേസമയം ഈ ചാർജുകൾ വെച്ചിരിക്കുന്നത് ഒരു മീഡിയത്തിലാണെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിൽ ഈ ഫോഴ്സ് ചേഞ്ച് ആവും. അപ്പോൾ ഈ ഫോഴ്സ് മീഡിയത്തിനനുസരിച്ച് ചേഞ്ച് ആവും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ഈ എപ്സിലോൺ. ജനറൽ അതിൻ്റെ പേര് പെർമിറ്റിവിറ്റി എന്നാണ്. ഇപ്പോൾ വാക്വത്തിലാണ് വെച്ചതെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. എപ്സിലോൺ 0ൻ്റെ വാല്യൂ ഇത്. അങ്ങനെയാണെങ്കിൽ 1/4 epsilon 0 എന്ന് പറയുമ്പോൾ 1/4 × 3.14 epsilon 0ൻ്റെ വാല്യൂ ഇങ്ങനെയാണ് 8.85 × 10⁻⁻12. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1/4 epsilon 0ൻ്റെ വാല്യൂ 9 × 10⁻9 ആണ്. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ വരും. ഓക്കെ, സോ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ 1/4 epsilon 0ൻ്റെ സ്ഥാനത്ത് നമുക്ക് 9 × 10⁻9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഈ പോയിന്റ് ചാർജുകൾ നമ്മൾ വെച്ചിരിക്കുന്നത്, ചാർജുകൾ വെച്ച് Q1 Q2 ഈ ചാർജുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയത്തിലാണെന്ന് വിചാരിച്ചു. ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിലാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ചേഞ്ച് ആവും. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയത്തിനനുസരിച്ച് മാറും, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇതുപോലെയല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ട് മാസ് തമ്മിലുള്ള, അല്ല M1 M2 മാസ് തമ്മിലുള്ള രണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ Gm1 M2/r². ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയം മാറിയാലൊന്നും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചേഞ്ച് ആവില്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയാലും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയറിൽ ഒബേ ചെയ്യും.
പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവാണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ വരാം, റിപ്പൽഷൻ വരാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഈ ചാർജുകളെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു മീഡിയത്തിലാണെങ്കിൽ അപ്പോൾ ഫോഴ്സ് 1/4π അപ്സിലോൺ എന്ന് എഴുതണം. അപ്സിലോൺ Q1 Q2/r². ഈ അപ്സിലോണിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നാണ്. അപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഈ മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പെർമിറ്റിവിറ്റിയും ചേഞ്ച് ആവും. ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ മീഡിയത്തിനനുസരിച്ച് പെർമിറ്റിവിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മീഡിയത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ശരിക്കും പെർമിറ്റിവിറ്റി. ഓക്കെ, ഇനി ഒരു മീഡിയത്തിൻ്റെ അപ്പോൾ വാക്വത്തിലാവുമ്പോൾ ഇങ്ങനെയാണ് ഫോഴ്സ്, മീഡിയത്തിലാവുമ്പോൾ ഇങ്ങനെയാണ് ഫോഴ്സ്. ഓക്കെ, ഇനി ഈ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയും, ഡൈഇലക്ട്രിക് മീഡിയം. ഓക്കെ, ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇതിനെ ഡിനോട്ട് ചെയ്യുക K ഓർ അപ്സിലോൺ ആർ. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്സിലോൺ ആർ അല്ലെങ്കിൽ K എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ബൈ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിൻ്റെ വാല്യൂ പറഞ്ഞു അപ്സിലോൺ 0. അപ്പം പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ K ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ അപ്സിലോൺ ഈക്വൽ ടു എന്താവും? ടേക്ക് അപ്സിലോൺ 0 ദിസ് സൈഡ്, K അപ്സിലോൺ 0 എന്ന് കിട്ടും. അപ്സിലോൺ ഈക്വൽ ടു K അപ്സിലോൺ 0. അപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയമാണ്, അപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, സോ ഈ അപ്സിലോണിൻ്റെ സ്ഥാനത്ത് K അപ്സിലോൺ 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായി? 1/4π അപ്സിലോണിന് പകരം K അപ്സിലോൺ 0 വരും. K അപ്സിലോൺ 0 Q1 Q2/r². ഇങ്ങനെയായി. K എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. അതും ഓരോ മീഡിയത്തിനും ഓരോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആയിരിക്കും. മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ K ചേഞ്ച് ചെയ്യും, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യും, അതിനനുസരിച്ച് ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഇതിൽ 1/4π അപ്സിലോൺ 0 Q1 Q2/r². 1/4π അപ്സിലോൺ 0 Q1 Q2/r. ഇത് വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സാണ്. ഇത് നമ്മൾ പറഞ്ഞു മീഡിയത്തിൽ വെച്ചാൽ, ആ ചാർജുകളെ മീഡിയത്തിൽ വെച്ചാലുള്ള ഫോഴ്സാണ്. അപ്പോൾ 1/4π അപ്സിലോൺ 0 Q1 Q2/r² എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ വാക്വം ആണ്. സോ ഇവിടെ ഫോഴ്സ് ഇൻ മീഡിയം എന്താവും? ഫോഴ്സ് ഇൻ മീഡിയം എന്തായി മാറി? ഇത്രയും സാധനം ഫോഴ്സ് ഇൻ വാക്വം ആണ്, വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സാണ്, ഡിവൈഡഡ് ബൈ K ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇപ്പോൾ വാക്വത്തിലെ കേസിൽ അല്ലെങ്കിൽ എയറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഓരോ മീഡിയത്തിന് ഓരോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രീ സ്പേസ് ഓർ എയർ, അല്ലെങ്കിൽ എയർ ആയാലും കുഴപ്പമില്ല, അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 1 ആണ്. അപ്പോൾ വാക്വത്തിൽ വെക്കുമ്പോൾ വാക്വത്തിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പോൾ ഇത് കേക്ക് പകരം 1 വന്നാൽ 1/4π അപ്സിലോൺ 0 Q1 Q2/r² തന്നെ വരും. ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കേസിൽ K 81 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഈ 2 പോയിന്റ് ചാർജുകൾ ഉള്ളത് വാട്ടറിലാണെന്ന് വിചാരിച്ചു. ഇവരുള്ളത് വാട്ടറിലാണ്. ഓക്കെ,
അപ്പോൾ വാട്ടറിൽ ഞാൻ പറഞ്ഞു കെൻ്റെ വാല്യൂ 81 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻ വാട്ടർ, ഈ ചാർജുകളെ നമ്മൾ പോയിന്റ് ചാർജുകളെ വാട്ടറിൽ വെച്ചാലുള്ള ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഇൻ വാക്വം ബൈ 81 ആണ് വരിക. വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ 81 ആണ് വാട്ടറിൽ വെച്ചാലുള്ള ഫോഴ്സ്. കാരണം വാട്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 81 ആ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മീഡിയം മാറുന്നതിനനുസരിച്ച് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആവും, അതിനനുസരിച്ച് ഫോഴ്സും ചേഞ്ച് ആവും. ഇപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ പൊതുവെ കോമൺ ആയിട്ട് എല്ലാ മെറ്റൽസിനും കെൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. മെറ്റൽസിന് കെ ഇൻഫിനിറ്റിയാണ്. സോ ഇവിടെ ഇൻഫിനിറ്റി വരും, ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഫോഴ്സ് 0 ആവും. അപ്പോൾ ചാർജുകളുടെ ഇടയ്ക്കുള്ള മീഡിയം, പോയിന്റ് ചാർജിൻ്റെ ഇടയ്ക്കുള്ള ആ മീഡിയം ഒരു മെറ്റാലിക് മീഡിയം ആണെങ്കിൽ ഓക്കെ കെ ഇൻഫിനിറ്റി ആവും, ഫോഴ്സ് 0 ആവും, ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റി കുളംസ് ലോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണിത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. സോ നമ്മുടെ എയറിൽ വെക്കുമ്പോഴാണ്, എയറിലാണ് കെൻ്റെ വാല്യൂ 1 ഏറ്റവും ലോ വാല്യൂ. ഓക്കെ, അപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുക. എയറിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ വാക്വത്തിൽ വെക്കുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക. മറ്റ് മീഡിയത്തിലേക്ക് വരുമ്പോൾ കെൻ്റെ വാല്യൂ 1 കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഫോഴ്സ്, കെൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് ചാർജ് Q1 Q2, ഈ രണ്ട് പോയിന്റ് ചാർജിനെ ഞാൻ ഇതുള്ളത് വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണ് ഉള്ളത്. ഫ്രീ സ്പേസിലാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 R² ആണ്. ഫ്രീ സ്പേസിൽ വെക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഫോഴ്സ്. ഓക്കെ, മീഡിയത്തിൽ വെച്ചാൽ, വേറെ ഏതെങ്കിലും മീഡിയത്തിൽ ഇതേ ഡിസ്റ്റൻസിൽ വെച്ചാൽ, സെയിം ഡിസ്റ്റൻസിൽ വേറൊരു മീഡിയത്തിൽ വെച്ചാൽ, മീഡിയത്തിൽ വെക്കുമ്പം ഇവിടെ ε0ൻ്റെ സ്ഥാനത്ത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ε0 ഇത് വാക്വത്തിലുള്ള ഫോഴ്സാണ്. അതിൻ്റെ കൂടെ ഡിനോമിനേറ്ററിൽ ഒരു കെയും കൂടി വരും മീഡിയത്തിൽ വെക്കുമ്പോൾ. അപ്പോൾ ഫോഴ്സ് എന്തായി? 1/4π ε0ൻ്റെ സ്ഥാനത്ത് K∈0 എന്ന് വരും. K ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം ഇൻറ്റു Q1 Q2 R² ആയി. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു K വന്നു. അതിൻ്റെ അർത്ഥം ഈ ഫോഴ്സ് കുറയും അല്ലേ, വാക്വത്തിലുള്ള ഫോഴ്സിനേക്കാൾ കുറയും. അപ്പോൾ എനിക്ക് അതേ ഫോഴ്സ് തന്നെ കിട്ടണം. ഇത് ഇപ്പോൾ മീഡിയത്തിൽ വെച്ചപ്പോൾ ഫോഴ്സ് ഡിക്രീസ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ആദ്യത്തെ വാക്വത്തിൽ വെച്ചാലുള്ള അതേ ഫോഴ്സ് തന്നെ കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ഡിസ്റ്റൻസ് കുറച്ച് കൊടുത്തു. ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടുമല്ലോ. അപ്പോൾ ഇപ്പം മീഡിയത്തിൽ വെച്ചപ്പോൾ ഫോഴ്സ് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് കുറച്ച് കൊടുക്കുക, ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക 6. അപ്പോൾ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ മീഡിയത്തിൽ വെച്ചതുകൊണ്ട് കുറയും, ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നേരം ഫോഴ്സ് കൂടുകയും ചെയ്യും. കൂടിയിട്ട് പിന്നെ ആ ഫോഴ്സ് തന്നെ ആയി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിസ്റ്റൻസിൽ വെക്കണം? ഈ രണ്ട് ചാർജുകളാണ് ഇപ്പം മീഡിയത്തിലാണ് ഉള്ളത്. എത്ര ഡിസ്റ്റൻസിൽ വെക്കണം? ഡിസ്റ്റൻസ് കുറച്ച് കൊടുക്കണം, എന്നിട്ട് ആ ഫോഴ്സിന് ഈക്വൽ ആക്കണം. സോ ന്യൂ ഡിസ്റ്റൻസ് ഈസ് R'. സോ ഹിയർ R'². R' ആണ് ഇപ്പോൾ ഡിസ്റ്റൻസ്. അപ്പോൾ R'-ൻ്റെ സ്ക്വയറാണ് അവിടെ വരിക. എന്നിട്ട് എന്തിനാണ് ആ ഡിസ്റ്റൻസ് അങ്ങനെ ആക്കിയത്? R' ആക്കിയത് എന്തിനാണ്? ഈ രണ്ട് ഫോഴ്സും എന്താവാൻ വേണ്ടി? ഈക്വൽ ആവാൻ വേണ്ടി. അപ്പം നൗ F1 = F2 ആണ്. ഓക്കെ, സോ 1/4πε0 Q1 Q2 R² = 1/4π K∈0 Q1 Q2 R². Sorry, R'². So R'² equal to R²/K വരും. So R' equal to R/√K വരും. K is called dielectric constant of the medium. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ചിട്ട് മീഡിയത്തിൽ വെക്കുക, അതുകൊണ്ട് ഫോഴ്സ് കുറയും. പക്ഷേ ഡിസ്റ്റൻസ് അതിനനുസരിച്ച് കുറച്ച് കൊടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് ആക്കിയാൽ R' equal to
r/√k ആക്കിയാൽ r'=r/√k ആക്കിയാൽ ഫ്രീ സ്പേസിലുള്ള ഫോഴ്സും ഈ മീഡിയത്തിൽ വെച്ചാലുള്ള ഫോഴ്സും തമ്മിൽ ഈക്വൽ ആവും. ഓക്കെ, ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ബൈ r/√k ആക്കി കൊടുത്താൽ മതി. k എന്ന് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. അങ്ങനെ ആക്കി കൊടുത്താൽ ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ഈക്വൽ ആവും. ഓക്കെ, പിന്നെ നമ്മൾ മീഡിയത്തിൽ വെക്കുമ്പം ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണല്ലോ എഴുതിയത്, ഫോഴ്സ് ഇൻ മീഡിയം. ഓക്കെ, അത് ഈ ഫുൾ സ്പേസിൽ മീഡിയം ഉണ്ടാവണേ. ഈ ഫുൾ സ്പേസിൽ നമ്മൾ ഈ മീഡിയം വെക്കണം. അതിന് പകരം ചെറിയൊരു സ്പേസിൽ ഇപ്പോൾ Q1 Q2 ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് r ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനിടയിൽ ചെറിയൊരു സ്പേസിൽ നമ്മളൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പകുതി സ്പേസ് എന്നൊന്നും പറയുന്നില്ല, ചെറിയൊരു സ്പേസിൽ ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ അറിഞ്ഞോ ഓരോ മീഡിയത്തിനും ഓരോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഇത് മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് K. ഇവിടെ മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ ഇവിടെ വാക്വമാണ്. ഈ സ്ഥലത്ത് ഫ്രീ സ്പേസ് തന്നെയാണ്. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ തിക്നെസ് ഞാൻ T എടുത്തു. T ഈസ് ദ തിക്നെസ് ഓഫ് മീഡിയം. അപ്പോൾ ബാക്കിയുള്ള ഡിസ്റ്റൻസ് വരിക r-T എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പോൾ മീഡിയത്തിൽ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്വേഷൻ. അത് ഫുൾ സ്പേസിലും മീഡിയം ഉണ്ടാവണം. ഇതിപ്പോൾ ഒരു ചെറിയ സ്പേസിൽ മാത്രമേ മീഡിയം ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അഗൈൻ ഫ്രീ സ്പേസ് ആണ്. ഇപ്പോൾ ഉള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ √k, k ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, √k × T പ്ലസ് r-T ഹോൾ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുൾ സ്പേസിലും മീഡിയം ഉണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഫുൾ സ്പേസിലും മീഡിയം വരുന്നവർ എന്താ സംഭവിക്കുന്നത്? ഈ മീഡിയത്തിൻ്റെ തിക്നെസ് അല്ലേ T. അപ്പോൾ മീഡിയം കുറച്ചുകൂടി ഇങ്ങനെ ആവുകയാണെങ്കിൽ ഒക്കെ വരികയാണെങ്കിൽ തിക്നെസ് ഇൻക്രീസ് ആവും അല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് മീഡിയം വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ തിക്നെസ്, ഇത് ഫുള്ളല്ലേ തിക്നെസ്. അപ്പോൾ ഫുൾ സ്പേസിൽ മീഡിയം വെക്കുന്ന സമയത്ത് ഈ തിക്നെസ്സും ആറും ഈക്വൽ ആവും. ടിയും ആറും തമ്മിൽ ഈക്വൽ ആവും. T = R ആവും. അപ്പോൾ ഫുൾ സ്പേസിൽ വെച്ചാൽ ഇതായിരുന്നു ഫോർമുല കിട്ടേണ്ടത്. ഫുൾ സ്പേസിൽ വെച്ചാൽ ടിയും ആറും ഈക്വൽ ആവും, തിക്നെസ്സും ആറും ഈക്വൽ ആവും. ടിയും ആറും ഈക്വൽ ആയി. അപ്പോൾ r-R വരും. അപ്പോൾ ഇത് 0 ആവും. പിന്നെ T = R ആണ്. അപ്പോൾ ടിക്ക് പകരം 6 വരും. ഇവിടെ 6 വരും. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എന്താകും? 1/4πε0 Q1 Q2 ബൈ √k സ്ക്വയർ K. ഇനി ടിക്ക് പകരം ഇവിടെ 6 വന്നു, പിന്നെ R-ൻ്റെ സ്ക്വയർ R². ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഫോർമുല തന്നെ കിട്ടും ഫുൾ സ്പേസിൽ മീഡിയം ആകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ കുളംബ്സ് ലോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. പിന്നെ കുളംബ്സ് ലോയിൽ നമ്മൾ എഴുതിയത് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽഷനോ അട്രാക്ഷനോ എന്തോ ആവട്ടെ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ എഴുതിയത്. ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. പക്ഷേ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വെക്റ്റർ ഫോം ഓഫ് കുളംബ്സ് ലോ നമുക്ക് അടുത്ത് പറയാനുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ കുളംബ്സ് ലോൻ്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് പോയിൻ്റ് ചാർജുകളാണ്. ഇപ്പോൾ ഒരു +5 മൈക്രോ കുളമ്പ്, മറ്റേതും ഒരു +5 മൈക്രോ കുളമ്പ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 1 മീറ്ററാണ്. തൽക്കാലം ഒരു 1 മീറ്ററാണെന്ന് വിചാരിക്കും. മൈക്രോ കുളമ്പ് എന്ന് വെച്ചാൽ എത്രയാണ്? 5 × 10⁻⁻6 കുളമ്പാണ്.
അതുപോലെ ഇതും 5 × 10⁻⁻6 കുളമ്പാണ്. മൈക്രോ കുളമ്പിനെ മാറ്റിയതാണ്. ഒന്ന് Q1 മറ്റേത് Q2. ഫ്രീ സ്പേസിലാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയാണ് വരിക തമ്മിൽ? 1/4πε0 Q1 Q2/r² ആണല്ലോ. 1/4πε0ൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു, അത് 9 × 10⁻9 ആണ്. പിന്നെ Q1 × Q2 ഇത് എടുക്കുന്ന സമയത്ത് ഇത് Q1 എന്ന് പറഞ്ഞാൽ ചാർജുകൾ ഇത് രണ്ടുമാണല്ലോ. 5 × 10⁻6 ആണ് ഒന്ന്, മറ്റേതും 5 × 10⁻6 ആണ്. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 1². അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ചാർജും പ്ലസ്സാണ്. അതിന് പകരം ഏതെങ്കിലും ഒന്ന് മൈനസായി, ഒരു ചാർജ് മൈനസായി. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലസ്സും ആണ്, മറ്റേത് മൈനസും ആണ്. അപ്പോൾ നമ്മൾ ഈ ആൻസർ കണ്ടുപിടിച്ചാൽ ലാസ്റ്റ് ഒരു മൈനസ് വരും. മൈനസ് സംതിങ് ആണ് ആൻസർ വരിക. അത്രയും ഫോഴ്സ് അല്ലേ, അപ്പോൾ ന്യൂട്ടൺ. ഓക്കെ, പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് ഉണ്ടാവില്ലേ ഫോഴ്സിൽ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് നെഗറ്റീവായാൽ അർത്ഥം, നിങ്ങളിപ്പോൾ അഥവാ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രോബ്ലം ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ സൈൻ ഇടേണ്ട ആവശ്യമില്ല ശരിക്കും. സൈൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആയി. അപ്പോൾ ഇത് പ്ലസ് ഇൻറ്റു മൈനസ് കിട്ടും ആൻസർ. അങ്ങനെയാണെങ്കിൽ അർത്ഥം ഫോഴ്സ് നെഗറ്റീവായാൽ അർത്ഥം അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നാണ്. നെഗറ്റീവായാൽ അർത്ഥം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നാണ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ് വരിക. ഇവിടെ ഇപ്പോൾ ഒരു വാല്യൂ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്നാണ്. പ്ലസും മൈനസും തമ്മിൽ അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുക. ഇത് ഇപ്പോൾ രണ്ടും പ്ലസ് ആണെങ്കിൽ രണ്ടും പ്ലസ്, അപ്പോൾ പ്ലസ് ഇൻറ്റു പ്ലസ് കിട്ടി. രണ്ടും മൈനസ് ആണെങ്കിൽ രണ്ടും മൈനസ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് അപ്പോൾ പ്ലസ് തന്നെ വരും. മൈനസ് റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഫോഴ്സ് പ്ലസ് ആയാൽ അർത്ഥം റിപ്പൽസീവ്, മൈനസ് ആയാൽ അർത്ഥം അട്രാക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ അപ്പോൾ പ്ലസും മൈനസും ഒന്നും നോക്കണ്ട. അഥവാ നിങ്ങൾ ഇനി അങ്ങനെ പ്ലസും മൈനസെല്ലാം ഇട്ട് ചാർജ് ആകെ കറക്റ്റ് സൈനെല്ലാം കൊടുത്ത് ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ ചെയ്താൽ അർത്ഥം ഫോഴ്സ് നെഗറ്റീവ് കിട്ടിയാൽ അർത്ഥം അട്രാക്റ്റീവ് ഫോഴ്സ് എന്നും, പോസിറ്റീവ് കിട്ടിയാൽ അർത്ഥം റിപ്പൽസീവ് ഫോഴ്സ് ആണ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നോ നീഡ് ഓഫ് പുട്ടിങ് സൈൻ. അത് പിന്നെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ആൻസർ ഇങ്ങനെ സൈന് കിട്ടിയെങ്കിൽ ഇതാണ് മീനിങ്. ഓക്കെ, നെഗറ്റീവ് ആയാൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നും, പോസിറ്റീവ് ആയാൽ റിപ്പൽസീവ് ഫോഴ്സ് എന്നും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, വെക്റ്റർ ഫോം ഓഫ് കുളംസ് ലോ. ഇപ്പോൾ നമ്മൾ 2 പോയിന്റ് ചാർജ് Q1 Q2 വിചാരിക്കൂ. ഇവരെ നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിൽ തന്നെയാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ Q1 രണ്ടും തൽക്കാലം പോസിറ്റീവായിട്ട് എടുക്കൂ. അപ്പോൾ Q1 Q2നെ റിപ്പൽ ചെയ്യുന്നു. ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ Q2 ബൈ Q1, ഫോഴ്സ് ഓൺ Q2 ബൈ Q1 ആണ്. അതുപോലെ Q2 Q1നെ റിപ്പൽ ചെയ്യുന്നു. ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ Q1. അപ്പോൾ ഫോഴ്സ് ഓൺ Q1 ആണ്, ആക്ടിങ് ഓൺ Q1 ബൈ Q2 ആണ്. Q2 ആണ് കാരണക്കാരൻ. അതിൽ F12 ആയാലും ശരി, F21 ആയാലും ശരി, ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, ഇത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഇത് രണ്ടായാലും ശരി, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1/4πε0 Q1 Q2 ബൈ r² ആണ്. F21 ആയാലും അങ്ങനെ തന്നെ വരും, മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്, 4πε0 Q1 Q2 ബൈ r² ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സിനെ വെക്റ്റർ ഫോമിൽ കാണിക്കാൻ പോവാണ്. വെക്റ്റർ ഇപ്പോൾ നമ്മൾ വെറും F എന്ന് എഴുതിയിട്ട് ഇങ്ങനെ 10 ന്യൂട്ടൺ എന്നല്ല എഴുതിയാൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം അത്. അതുപോലെ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഖ്യയല്ലേ കിട്ടുക, മാഗ്നിറ്റ്യൂഡാണ് കിട്ടുക. ഓക്കെ, ഇതിനകത്ത് ഡയറക്ഷൻ ഇല്ല, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഫോഴ്സിന് ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമ്മളിപ്പോൾ 10 ന്യൂട്ടൺ എഴുതി, ഈ ഡയറക്ഷൻ എങ്ങനെയാണ് പറയുക ഫിസിക്സിൽ? അപ്പോൾ വെക്റ്റർ F എന്ന് എഴുതി. അപ്പോൾ നമ്മൾ പിന്നെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ പോരാ,
ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൂടി പറയണം. ഡയറക്ഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഐ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ അർത്ഥം എന്താ? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്, ഡയറക്ഷൻ ഐ ക്യാപ്പ് എക്സ് ആക്സിസ് ആണ്. ജെ ക്യാപ്പ് ഇട്ടാൽ അർത്ഥം ഡയറക്ഷൻ വൈ ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് വെക്ടറിനെ നോക്കിയിട്ടാണ് എന്ത് പറയുന്നത്? ഡയറക്ഷൻ പറയുന്നത്. യൂണിറ്റ് വെക്ടർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഇത് 10 × 1 10 തന്നെയാണ്. ഓക്കെ, ഇത് 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 പിന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റും, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ പറയാൻ വേണ്ടി മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ യൂണിറ്റ് വെക്ടർ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷേ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ഒന്നല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോഴ്സിനെ നമ്മൾ വെക്ടർ ഫോമിൽ കാണിക്കാൻ പോവാണ്. ഓക്കെ, ഇത് മാഗ്നിറ്റ്യൂഡാണ്. ഇനി ഇതിൻ്റെ കൂടെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂണിറ്റ് വെക്ടർ കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് വെക്ടർ ഒന്ന് ഇപ്പോൾ R12 ക്യാപ്പ്, R21 ക്യാപ്പ്. കാരണം ഇത് 1 × Q1 Q2 ഒക്കെ വെച്ചല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. R12 ക്യാപ്പ് എന്ന് പറഞ്ഞത് ഇറ്റ് ഷോസ് ഡയറക്ഷൻ ഫ്രം Q1 to Q2. അതുപോലെ ഇറ്റ് ഷോസ് ഡയറക്ഷൻ ഫ്രം Q2 to Q1. അപ്പോൾ Q1-ൽ നിന്ന് Q2-ലേക്കാണ് ഡയറക്ഷൻ എങ്കിൽ R12 ക്യാപ്പ്, Q2-വിൽ നിന്ന് Q1-ലേക്കാണ് ഡയറക്ഷൻ എങ്കിൽ R21 ക്യാപ്പ്. ഈ ഫോഴ്സ് നോക്കൂ, F21. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ മുതലേ നോക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ Q1-ൽ നിന്ന് Q2-ലേക്കാണ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ Q1-ൽ നിന്ന് Q2-ലേക്കാണ്. Q1-ൽ നിന്ന് Q2-ലേക്കാണെങ്കിൽ ഇതാ കൊടുക്കേണ്ടത് R12 ക്യാപ്പ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഫ്രം Q1 to Q2 ആണ്. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഈ F21-ൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ദാറ്റ് ഈസ് ഫ്രം Q1 to Q2. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി F21-ൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി R12 ക്യാപ്പാണ് ഇവിടെ. അതിൻ്റെ അർത്ഥം Q1-ൽ നിന്ന് Q2-ലേക്കാണ്, Q1-ൽ നിന്ന് Q2-ലേക്കാണ് F21-ൻ്റെ ഡയറക്ഷൻ, Q1-ൽ നിന്ന് Q2-ലേക്കാണ് F21-ൻ്റെ ഡയറക്ഷൻ. F12 കിടക്കുന്നത് എങ്ങനെയാണ്? F12-ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? Q2-വിൽ നിന്ന് Q1-ലേക്കാണ്, Q2-വിൽ നിന്ന് Q1-ലേക്കാണ്. അപ്പോൾ ഏതാണ്? F12-ൻ്റെ ഡയറക്ഷനാണ് ഇങ്ങനെ ഫ്രം Q2 to Q1. ഓക്കെ, F12 അത് കാണിക്കാൻ R21 ക്യാപ്പ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം Q2-വിൽ നിന്ന് Q1-ലേക്കാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, Q1-ൽ നിന്ന് Q2-ലേക്കാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഇവിടെ F21 വരുമ്പം, ഇവിടെ 21 വരുമ്പം, ഇവിടെ R12 അങ്ങനെ അറിയില്ല. ചിലപ്പോൾ ഇവിടെ 21 വരുമ്പം തന്നെ ഇവിടെ 21 വരും. കാരണം ഈ ഫോഴ്സ് നമ്മൾ റിപ്പൽസീവ് ഫോഴ്സ് ആയിട്ടല്ലേ എടുത്തത്, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് എടുത്ത് നോക്ക്. ഒരു ചാർജ് പ്ലസും മൈനസും വന്നിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഇവർ തമ്മിൽ അട്രാക്ഷൻ ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ അട്രാക്ഷൻ ആകുമ്പം ഈ ഫോഴ്സ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. അട്രാക്ഷൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് തന്നെ Q2-വിൽ നിന്ന് Q1-ലേക്കാവും. Q2-വിൽ നിന്ന് Q1-ലേക്കാകുമ്പോൾ R21 വരും. അപ്പോൾ F21-ന് തന്നെ R21 വരും. ഓക്കെ, അതുപോലെ ആവും. റെഡി? ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2, R12 ക്യാപ്പ് എന്ന് വെച്ചാൽ മൈനസ് R21 ക്യാപ്പാണ്. ഓക്കെ, R12 ക്യാപ്പ് എന്ന് വെച്ചാൽ മൈനസ് R21 ക്യാപ്പാണ്. ഇത് രണ്ടും യൂണിറ്റ് വെക്ടറാണ്, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലേ. അപ്പോൾ രണ്ടും 1 ആണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. പിന്നെ മൈനസ് ഇടാൻ കാരണം ഒന്ന് Q1-ൽ നിന്ന് Q2-ലേക്കാണ്, മറ്റേത് Q2-വിൽ നിന്ന് Q1-ലേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ R12-ന് പകരം മൈനസ് R21 ക്യാപ്പ് കൊടുക്കാം. അപ്പോൾ F21 ഈക്വൽ ടു 1/4πε0 Q1 Q2 R² ഇൻറ്റു R12 ക്യാപ്പിന് പകരം മൈനസ് R21 ക്യാപ്പ് വരും. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻസ് 1 and 3, ഇത്രയും സംഭവങ്ങൾ, അതിൻ്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്, R21 ക്യാപ്പ്. R21 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് F12 ആണ്. അപ്പോൾ ഈ സംഭവം F12 ആണ്. ഇത് ഞാൻ റൗണ്ട് ഇട്ടത് F12 ആണ്, അതിൻ്റെ കൂടെ ഒരു മൈനസും ഉണ്ട്. ദർഫോർ
F21 equal to വെക്റ്റർ F21 ഈക്വൽ ടു മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ബാക്കിയുള്ള ഇത് സംഭവം F12 ആണ്, മൈനസ് F12 ആണ്. ദാറ്റ് ഈസ് ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് മൈനസ് ഷോസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ബോത്ത് ഫോഴ്സസ്. യെസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.